വലിയ നോമ്പിലെ 39-ാം ദിവസം ഇന്ന് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് തിരുനാൾ ദിവസം. സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വചനം. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം, ലോകചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശവുമായി ഗബ്രിയേൽ മാലാഖ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. രക്ഷകന്റെ അമ്മയായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ മറിയം അത്ഭുതപ്പെടുകയും അസ്വസ്ഥയാവുകയും ചെയ്യുന്നു. ജീവിതത്തെക്കുറിച്ച് ഒരുപക്ഷെ തൻ്റെതായ പ്രതീക്ഷകളൊക്കെ മെനഞ്ഞിരുന്നവൾ, എന്നാൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ പദ്ധതി അവൾക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. മറിയത്തിൻ്റെ ആദ്യ പ്രതികരണം വളരെ മാനുഷികമാണ്. ആശയക്കുഴപ്പത്തിലായ അവൾ ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഈ ചോദ്യം ഒരു സംശയമല്ല, മറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ അടയാളമാണ്. എ സൈൻ ഓഫ് ഫെയ്ത്ത് സീക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിൻ്റെ പദ്ധതി മറിയം നിരസിക്കുന്നില്ല, മറിച്ച് എങ്ങനെ അത് കുറെ കൂടി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയാണ്. ദൂതൻ ഉറപ്പ് നൽകുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന്. ഒടുവിൽ മറിയം തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലളിതമായ ഈ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യുത്തരം ആഴമായ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. തൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ, താൻ നേരിടേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും അവൾക്കറിയില്ല. മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ, ഒരുപക്ഷെ ഭാവിയുടെ അനിശ്ചിതത്വം, മിശിഹായുടെ അമ്മ എന്ന നിലയിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന വേദന, ഇതൊന്നും മറിയത്തിന് അറിയത്തില്ല. എന്നിരുന്നാലും ദൈവത്തിൻ്റെ കൃപ മതിയാകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ അർത്ഥം എന്തെന്ന് പരിശുദ്ധ അമ്മ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അവനിൽ ആഴമായി വിശ്വസിക്കുവാനും നമ്മുടെ ഭയങ്ങൾ ഉപേക്ഷിക്കുവാനും അവൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ അനുവദിക്കുവാനും അവൻ നമ്മെ ക്ഷണിക്കുന്നു. ദൈവിക പദ്ധതികൾ പലപ്പോഴും നമ്മുടെ പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നു. ചില ത്യാഗങ്ങൾ ആവശ്യപ്പെടുന്നു. ചിലപ്പോൾ മുന്നോട്ടുള്ള വഴികൾ വെളിപ്പെടുത്താതെയാണ് ദൈവം നമ്മെ വിളിച്ചിറക്കുന്നത്. ഭയപ്പെടുത്തുന്നത് പോലെ തോന്നിയാലും ആ വിളിയിൽ ദൈവിക നിശ്ചയമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ്. നമ്മൾ മുഴുവൻ വഴിയും അറിയേണ്ടതില്ല, ധൈര്യമായിരുന്നാൽ മതി. കാരണം വഴിയേക്കാൾ വലിയവൻ വഴി കാട്ടുന്ന ദൈവം തന്നെയാണ്. അവനിൽ വിശ്വസിച്ച് നീങ്ങുമ്പോൾ അറിയാത്ത വഴികളും അനുഗ്രഹമായി തീരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും ഉത്തരവാദിത്വങ്ങളുടെ ഭാരങ്ങളും ഒക്കെ നമ്മെ അലട്ടുമ്പോൾ ഇതെങ്ങനെ സാധ്യമാകും എന്ന് നമുക്കും മറ്റാരോടുമല്ല, നമ്മുടെ പൊന്നുതമ്പുരാനോട് ചോദിക്കാം. ചില അയോഗ്യതകളും ബലഹീനാവസ്ഥകളും നമുക്ക് അനുഭവപ്പെടാം. എന്നാൽ ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം യോഗ്യതയുള്ളവരെ വിളിക്കുന്നില്ല, അവൻ വിളിക്കുന്നവരെ യോഗ്യതയുള്ളവരാക്കുന്നു. അവൻ്റെ കൃപ നമ്മുടെ ബലഹീനതയിൽ പ്രവർത്തിച്ചുകൊള്ളും. ദൈവഹിതത്തോടുള്ള
നമ്മുടെ മനസ്സിൻ്റെ തുറവി പുതുക്കുന്നതിനുള്ള സമയമാണിത്. പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധയോടെ ദൈവഹിതം കേൾക്കാനും പൂർണ്ണമായി ശരണപ്പെടുവാനും വിശ്വസിക്കുവാനും കൂടുതൽ ഉദാരമായി അവൻ്റെ ഹിതത്തിന് കീഴടങ്ങാനുമുള്ള സമയമാണിത്. ജീവിതത്തിൻ്റെ ദിനംതോറുമുള്ള തിരഞ്ഞെടുപ്പുകളിലൂടെ, അതായത് നമ്മുടെ ക്ഷമയിലൂടെ, എളിമയിലൂടെ, വിശ്വാസത്തിലൂടെയൊക്കെ ദൈവത്തോട് അതേ എന്ന് പ്രത്യുത്തരിക്കുമ്പോൾ നമ്മിലൂടെ ഈ ലോകത്തിൽ ക്രിസ്തു വീണ്ടും ജനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.